ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡ് തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാൻഡാണ്, ബ്ലൗസിൻ്റെ ബാൻഡാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടോ, ഇത് നമ്മുടെ സൈഡ് വശം വരുന്ന ഭാഗമാണ്. ബ്ലൗസിൻ്റെ സൈഡ് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. നമ്മുടെ നേരെ കുത്തനെ കട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഭാഗമാണ്. സൈഡ് വശം വരുന്നതാണ് നമ്മൾ തിരിച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ബാൻഡുണ്ട്, ഒരു ബ്ലൗസിൻ്റെ രണ്ട് ഭാഗത്തുള്ള ബാൻഡുമാണിത്. ഇനി ഈ ഒരു ബാൻഡിൻ്റെ കാഴ്ചപ്പുറമൊക്കെ മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കാം. ബാൻഡിൻ്റെ കണ്ടോ, കാഴ്ചപ്പുറമുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു ചെറിയൊരു മാർക്കിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്കത് സ്റ്റിച്ചിങ് സമയത്ത് നമുക്കത് എളുപ്പമായിരിക്കും. ഫ്രണ്ട് സൈഡ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുവാൻ ഇത് നമുക്ക് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്തു വെക്കാം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാൻഡിനെ കണ്ടോ ഉൾവശത്ത് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ സെയിം പീസിൽ നമ്മുടെ സെയിം കളറിലുള്ളൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ നല്ലൊരു ബാൻഡിന് നല്ലൊരു തിക്ക് കിട്ടുവാൻ, നല്ലൊരു കട്ടി കിട്ടുവാൻ വേണ്ടി നമ്മളൊരു പാൻറ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പീസാണ് ഒരു ബാൻഡിന് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടി കൂടുതലുള്ളൊരു പീസ് നമുക്കിതൊരു പാൻറ് പീസ് ഉപയോഗിക്കാം. ആ ഒരു പീസിൻ്റെ മുകളിൽ നമ്മൾ ഉൾവശത്തേക്ക് ലൈനിങ് ആയി പോകുന്ന പീസ് വെക്കുക. അതിനുശേഷം നമ്മുടെ ബാൻഡിൻ്റെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് സൈഡാണിത്, ഫ്രണ്ട് ഭാഗം നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സൈഡ് വശമാണ്. ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പുറം നമ്മുടെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഉൾവശം നമുക്ക് ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സൈഡ് വശത്തേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. സൈഡ് വശത്തേക്കാണ് നിർത്തൽ. ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ ആദ്യം വെച്ചതുപോലെ പാൻറ് പീസ്, അതിൻ്റെ മുകളിൽ സെയിം കളറിലുള്ള പീസ്, അതിനുശേഷം നമ്മുടെ ബാൻഡ് കേട്ടോ നമ്മൾ ആദ്യം വെച്ചതുപോലെ തന്നെ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമുക്ക് കേട്ടോ ഈ ഒരു മാർക്ക് മറ്റുള്ള ഫ്രണ്ട് ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ സൈഡ് ഭാഗത്താണ് സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുന്നത്. ഇനി എന്നാൽ നമ്മുടെ രണ്ടാമത്തെ പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സൈഡ് വശത്ത് തുടങ്ങി ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. ഈ ഒരു സൈഡ് വശത്താണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗവും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയതെങ്കിൽ നമുക്ക് ഒരു സൈഡിലുള്ള ബാൻഡാണ് നമുക്ക് തയ്ച്ച് കിട്ടുക. രണ്ട് പീസും ഒരേ സൈഡിൽ വെക്കുന്ന പീസായിട്ടാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിത് കൃത്യമായും ശ്രദ്ധിക്കണം. ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങി സൈഡ് ഭാഗത്ത് അവസാനിച്ചതെങ്കിൽ രണ്ടാമത്തെ പീസ് അതേപോലെ തന്നെ ഏതൊരു സൈഡിലാണോ നിർത്തിയിരിക്കുന്നത് ആ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുന്നു. എന്നിട്ട് കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക കണ്ടോ. ഈ ഒരു ഉള്ളിലുള്ള തുണി നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഭാഗത്തേക്കാണ് മടക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ മെയിൻ പീസ് നമ്മൾ സിംഗിൾ പീസിൽ തന്നെയാണുള്ളത്. അതിൻ്റെ ഭാഗത്തേക്ക് തുന്നത്തുണി വരുന്നില്ല. എന്നിട്ട് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ പീസിനെയും ഇതുപോലെ മടക്കി കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മടക്കിയിട്ടുള്ള ആ ഒരു കറക്റ്റ് സ്ഥലത്തുകൂടെ അതേ അളവിൽ മടക്കിയെടുക്കും കേട്ടോ. ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കാറുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊടുക്കാം. നമ്മളെല്ലാ ബ്ലൗസിനും അത് കൊടുക്കാറുണ്ട്. ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കും. നമുക്ക് നല്ല ബാൻഡിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് നല്ല തിക്കോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസിനെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ച് ബാൻഡിൻ്റെ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പീസും കറക്റ്റ് നമ്മൾ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ നമ്മുടെ സൈഡ് പീസിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് നമ്മുടെ സൈഡ് സ്റ്റിച്ചിങ് തന്നെ സൈഡ് ഭാഗത്ത് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങി കണ്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ കുത്തനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുന്നു.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സൈഡ് ഭാഗത്ത് നമ്മൾ കുത്തനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ഇവിടെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കുത്തനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. ഇനി നമുക്ക് കറക്റ്റ് അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാൻഡും നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതോ നമുക്ക് 2 ഭാഗത്തുള്ള ബാൻഡായിട്ട് നമുക്കിത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് നമ്മൾ കുത്തനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മുടെ തീരെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ തുണികൾ ഇവിടെ നിന്ന് തെന്നിമാറി പോവാതിരിക്കുവാൻ വേണ്ടിയാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത്. എന്നാൽ നമ്മൾ സൈഡ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് കാരണം നമ്മൾ സൈഡ് പീസിൽ എപ്പോഴും നമുക്ക് ഇവിടെ ഒരു 1-1.25 ഇഞ്ചൊക്കെ അകലത്തിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ ഇതുപോലെയാണ് നമ്മുടെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.